പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. അന്വേഷണത്തിലൂടെ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സെക്രട്ടേറിയറ്റിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമ്മുവിന്റെ രക്ഷിതാക്കൾ പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ തൃപ്തരാണെന്നും കുടുംബം വ്യക്തമാക്കുന്നു. കണ്ടു, നല്ല പ്രതികരണമാണ്, അന്വേഷിക്കാമെന്ന് പറഞ്ഞു. പിന്നെ സിപാസിൻ്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു, അവർ അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. എന്ത് വീഴ്ച ഉണ്ടെങ്കിലും പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിൽ ഞങ്ങൾ പരിപൂർണ്ണ തൃപ്തരാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിലുള്ള വീഴ്ചയാണ് ഞങ്ങൾ കാര്യമായിട്ട് ആരോഗ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്നുള്ള വൈകിയെന്നല്ല, അതിനകത്ത് ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു ആംബുലൻസിലാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നത്. പ്രൈവറ്റ് ആംബുലൻസ് ആയിരുന്നു. 108 ഒരു നേഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ വന്ന വഴിക്കോ അല്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തന്നെ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ മാറ്റുവാനുള്ളൊരു സംവിധാനം ഉണ്ടാകുമായിരുന്നു. അതിനറിയത്തില്ലാത്ത 2 സ്റ്റാഫുകളായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ലാതായത്. അഞ്ജന അനിൽകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അഞ്ജന, ഈ അമ്മുവിന്റെ കുടുംബം, പിതാവും മാതാവും നമ്മളോട് സംസാരിക്കുമ്പോൾ ഇതിലെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ, അത് സംബന്ധിച്ച പരാതികളൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ധരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണം സംബന്ധിച്ച് എന്തുറപ്പാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്? വിനീത, ഇന്ന് രാവിലെ ഏകദേശം ഒരു 11 മണിയോട് കൂടിയാണ് അമ്മുവിന്റെ കുടുംബം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും കുടുംബം സന്ദർശിച്ചിരുന്നു. രണ്ടുപേരും അന്വേഷണത്തിൽ എന്തായാലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അതിന്റെ ഒരു ആശ്വാസം അമ്മുവിന്റെ അച്ഛനും അമ്മയ്ക്കുമുണ്ട്. ആദ്യം മുതൽ തന്നെ അമ്മുവിന്റെ കുടുംബം ആരോപിക്കുന്നത് സംഭവം ആത്മഹത്യ അല്ലെന്ന് തന്നെയാണ്. അതിൽ തന്നെയാണ് അവർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. തങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്യില്ല, അതിനുള്ള ധൈര്യമുള്ള ഒരു കുട്ടിയല്ല അമ്മു എന്നാണ് അമ്മുവിന്റെ അച്ഛൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് അമ്മുവിന്റെ കുടുംബം പറയുന്നത്. ഈ ദുരൂഹത പുറത്തു കൊണ്ടുവരണം എന്നത് തന്നെയാണ് അമ്മുവിന്റെ കുടുംബത്തിന്റെ പ്രധാന ആവശ്യം. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ആരോഗ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കണ്ടു. കൂടാതെ സിപാസ് കോളേജുകളുടെ ഡയറക്ടറുമായും കൂടിക്കാഴ്ച നടത്തി. അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇവർക്ക് പ്രധാനമായും പരാതികളുള്ളത് അമ്മുവിനെ വേണ്ട ചികിത്സ ലഭിച്ചില്ല എന്നുള്ളതാണ്. അമ്മുവിനെ കൊണ്ടുപോയ ആംബുലൻസിന് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കൂടാതെ ഈ ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളിൽ അവർ ഒട്ടും തന്നെ തൃപ്തരല്ല. ഈ സംഭവം നടന്ന സമയമെന്ന് ഹോസ്റ്റൽ വാർഡൻ പറയുന്ന സമയത്തിലുമെല്ലാം ചില പൊരുത്തക്കേടുകളുണ്ട്. അങ്ങനെയുള്ള തങ്ങളുടെ സംശയങ്ങളാണ് ഇന്ന് പ്രധാനമായും മുഖ്യമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അമ്മുവിന്റെ കുടുംബം അറിയിച്ചിരിക്കുന്നത്. ഇതിലെല്ലാം ഒരു വ്യക്തത വരേണ്ടത് അനിവാര്യമാണ്. അതിനായാണ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കണമെന്ന ആവശ്യവുമായി അമ്മുവിന്റെ കുടുംബം ഇന്ന് എത്തിയത്. അന്വേഷണത്തിനായി ഒരു പ്രത്യേക സമിതിയെ രൂപീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ 3 വിദ്യാർത്ഥികളെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. അവരെ കൂടാതെ മറ്റ് വിദ്യാർത്ഥികളെയും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അമ്മുവിന്റെ കോളേജിലെ ഒരു പ്രധാന ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിനെ ചോദ്യം ചെയ്യണം എന്നാണ് അമ്മുവിന്റെ അച്ഛൻ പറയുന്നത്. എന്നാൽ മാത്രമേ സംഭവത്തിന് പിന്നിലെ ദുരൂഹത പുറത്തു വരൂ എന്നാണ്. ആദ്യം മുതൽ തന്നെ ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ട്. സംഭവത്തിൽ പുറത്തു വരുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത കുറവുണ്ട്. ശരി, വ്യക്തമാണ് അഞ്ജന അനിൽകുമാർ. ഏതായാലും അന്വേഷണം കാര്യക്ഷമമായി നടത്തുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയിൽ നിന്നും ആരോഗ്യമന്ത്രിയിൽ നിന്നും അമ്മുവിന്റെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്.